മലയാളത്തിൽ ബാലചന്ദ്രമേനോൻ എങ്ങനെയായിരുന്നു അതുപോലെയായിരുന്നു തമിഴിൽ കൃഷ്ണസ്വാമി ഭാഗ്യരാജ് എന്ന കെ ഭാഗ്യരാജ്. തിരക്കഥാകൃത്ത്, സംവിധായകൻ, സംഗീത സംവിധായകൻ, നിർമ്മാതാവ് എന്നിങ്ങനെ വിവിധ മേഖലകളിൽ ബെന്നിക്കൊടി പാറിച്ചു അദ്ദേഹം. ഭാഗ്യ എന്ന പ്രതിവാര മാസികയുടെ പത്രാധിപർ കൂടിയായിരുന്നു അദ്ദേഹം. ഭാഗ്യ തമിഴ്നാട്ടിൽ ഒരു കാലത്ത് ജ്വലിച്ചു നിന്ന മാസികയാണ്. നിരവധി നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഭാഗ്യ മാസികയിൽ. വളരെ ശ്രദ്ധേയമായ ഒരു സിനിമാ ജീവിതമാണ് ഭാഗ്യരാജിന് ഉള്ളത്. ഭാരതിരാജയുടെ അസിസ്റ്റന്റായി തുടക്കം. ഗുരുവായ ഭാരതിരാജ വിട പറഞ്ഞ് കൃത്യം 17 ദിവസം കഴിയുമ്പോൾ കെ ഭാഗ്യരാജും വിട പറഞ്ഞിരിക്കുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് അപ്പോളോ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ട അദ്ദേഹം അന്തരിച്ചു. 73 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. തമിഴ്നാട്ടിലെ വെള്ളൻകോയിലാണ് അദ്ദേഹം ജനിച്ചത്. 16 വയതിനില്ലേ എന്ന ചിത്രത്തിൽ ഭാരതിരാജയുടെ അസിസ്റ്റന്റായി തുടക്കം. പിന്നീട് വാർവുകൾ, കന്നിപ്പരുവം എന്നീ ചിത്രങ്ങളിൽ പ്രതിനായക വേഷം. അതിനുശേഷം മുന്താണൈ മുടിച്ച് എന്ന ചിത്രത്തിലൂടെ തമിഴകത്തെ സൂപ്പർ സ്റ്റാർ. മുന്താണൈ മുടിച്ച് തമിഴ്നാട്ടിൽ മാത്രമല്ല കേരളത്തിലും 100 ദിവസം പ്രദർശിപ്പിച്ച ചിത്രമാണ്. കേരളത്തിലെ എ ക്ലാസ് സെന്ററുകളിലും ബി ക്ലാസ് സെന്ററുകളിലും സി ക്ലാസ് സെന്ററുകളിലുമൊക്കെ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ചിത്രം. മുന്താണൈ മുടിച്ച് തമിഴ്നാട്ടിൽ ഒരു കൾട്ട് ആയി മാറി. അതിലൂടെയാണ് ഉർവശി എന്ന അനുഗ്രഹീത നടി രംഗപ്രവേശം ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ഭാഗ്യരാജിൻ്റെ കാലമായിരുന്നു. അന്ത 7 നാളുകൾ, അംബിക നായികയായ അന്ത 7 നാളുകൾ സൂപ്പർ ഹിറ്റായി മാറി. ഡാർലിംഗ് ഡാർലിംഗ് സൂപ്പർ ഹിറ്റായി മാറി. അവസര പോലീസ് 100 എന്ന ചിത്രവും ഭാഗ്യരാജിൻ്റെ ശ്രദ്ധേയമായ ചിത്രമാണ്. നായക നിരയിലേക്ക് കുതിച്ചുയർന്ന ഭാഗ്യരാജ് തൻ്റെ സിനിമയ്ക്ക് തിരക്കഥയെഴുതി സംവിധാനം ചെയ്ത് സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ചു. ഭാഗ്യരാജിന് പൊൻവിലയുള്ള കാലമുണ്ടായിരുന്നു തമിഴ്നാട്ടിൽ. MGR, തമിഴ്നാട്ടിലെ മക്കൾ തിലകമായ MGR തൻ്റെ പിൻഗാമിയായി വിശേഷിപ്പിച്ചതും ഭാഗ്യരാജിനെയാണ്. അത്രമാത്രം സ്റ്റാർ വാല്യൂ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഹിന്ദിയിൽ, ബോളിവുഡിൽ അദ്ദേഹം സംവിധാനം ചെയ്ത സൂപ്പർ ഹിറ്റ് ചിത്രമാണ് ആഖിരി രാസ്ത. അമിതാഭ് ബച്ചൻ ആയിരുന്നു ഈ ചിത്രത്തിലെ നായകൻ. ഒരു ക്ലാസിക് പ്രതികാര കഥയായ ആഖിരി രാസ്ത ന്യൂജൻ തലമുറയ്ക്കും ഇഷ്ടമാകുന്ന ചിത്രമാണ്. ഭാഗ്യരാജിൻ്റെ സ്വകാര്യ ജീവിതം അത് തിരിച്ചടികളുടെ ജീവിതമായിരുന്നു. സിനിമയിൽ തിളങ്ങി നിൽക്കുമ്പോൾ പ്രവീണയെ അദ്ദേഹം വിവാഹം കഴിച്ചു. തമിഴ്, കന്നഡ, തെലുങ്ക് ചിത്രങ്ങളിൽ നടിയായിരുന്നു പ്രവീണ. 1981 പ്രവീണയെ വിവാഹം ചെയ്തത് ഭാഗ്യരാജ്. പ്രവീണ 1983 മഞ്ഞപ്പിത്തം ബാധിച്ച് മരണമടഞ്ഞു. പ്രവീണയുടെ മരണം അദ്ദേഹത്തെ ഒരുപാട് തളർത്തി. ഇനിയൊരു വിവാഹത്തിന് ഇല്ല എന്ന് അദ്ദേഹം തീരുമാനിക്കുകയും പൊതുവേദികളിൽ അത് പറയുകയും ചെയ്തു. പിന്നീട് പൂർണിമ ജയറാമിനെ അദ്ദേഹം വിവാഹം കഴിച്ചു. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിൽ ഭാഗ്യരാജിൻ്റെ നായികയായിരുന്നു പൂർണിമ. പൂർണിമ തമിഴിൽ കത്തി നിൽക്കുന്ന കാലം. ഭാഗ്യരാജിനെ വിവാഹം കഴിച്ച ശേഷം പൂർണിമ വീട്ടമ്മയായി മാറി. ഭാഗ്യയുടെ മാനേജിംഗ് ഡയറക്ടറായി അവർ മാറി. പിന്നീട് വളരെ കാലത്തിന് ശേഷമാണ് അവർ ജില്ലയിലൂടെയൊക്കെ അഭിനയ രംഗത്തേക്ക് തിരിച്ചു വന്നത്. ഭാഗ്യരാജ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നടനായിരുന്നു, ഇഷ്ടപ്പെട്ട വ്യക്തിത്വമായിരുന്നു. രജനീകാന്തുമായി അഗാധമായ സൗഹൃദം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. കമൽഹാസൻ അദ്ദേഹത്തെ ആദരിച്ചിരുന്നു.
എപ്പോഴും വ്യത്യസ്തതകൾ തേടുന്ന സിനിമകൾ നിർമ്മിക്കുന്നതിലും സംവിധാനം ചെയ്യുന്നതിലും ഒക്കെ അദ്ദേഹം ശ്രദ്ധ പ്രകടിപ്പിച്ചു. തമിഴ്നാട്ടിലെ മധ്യവർത്തി കുടുംബത്തിൻ്റെ പ്രണയങ്ങൾ ചലച്ചിത്രമാക്കിയത് അദ്ദേഹമാണ്. മലയാളത്തിലും അദ്ദേഹം എത്തി മിസ്റ്റർ മരുമകൻ എന്ന ചിത്രത്തിലൂടെ. 1984 പൂർണിമ ജയറാമിനെ അദ്ദേഹം വിവാഹം കഴിച്ചത്. അതിനുശേഷം തുടർച്ചയായി ഹിറ്റുകൾ നൽകിയെങ്കിലും മാറിയ തമിഴ് സിനിമയിൽ അദ്ദേഹത്തിന് നിലനിൽപ്പ് ഉണ്ടായില്ല. വിജയകാന്തും കാർത്തികും പ്രഭുവുമൊക്കെ കടന്നു വന്നപ്പോൾ ഭാഗ്യരാജിൻ്റെ അഭിനയ ശൈലിയോട് തമിഴർ മുഖം തിരിച്ചതും യാഥാർത്ഥ്യം. ഭാഗ്യരാജ് അന്തരിക്കുമ്പോൾ തമിഴ് സിനിമയിലെ ഒരു ഇതിഹാസമാണ് വിട പറയുന്നത്. ഭാഗ്യരാജ് ഗോസിപ്പുകൾക്കൊന്നും ഇടം കൊടുത്തിരുന്നില്ല. സ്ത്രീകളോട് വളരെ മാന്യമായി പെരുമാറിയിരുന്നു അദ്ദേഹം. പുതിയ പുതിയ നടിമാരെ കണ്ടെത്താൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. ശോഭനയെ തമിഴിലേക്ക് ആനയിച്ചത് ഏപ്രിൽ 18 മലയാളത്തിൽ അരങ്ങേറ്റം കുറിച്ച് കാണാമറയത്തിലൂടെ മലയാളികളുടെ ഇഷ്ടനടിയായി മാറിയ ശോഭനയെ തമിഴിലേക്ക് കൊണ്ടുവന്നത് ഭാഗ്യരാജായിരുന്നു. അങ്ങനെ നിരവധി പ്രതിഭകളെ അദ്ദേഹം കണ്ടെടുത്തു. അന്ത ഏഴനാളുകൾ എന്ന ചിത്രത്തിൽ അംബികയുടെ വ്യത്യസ്തമായ അഭിനയം തമിഴർ കണ്ടു. അതുവരെ ഗ്ലാമർ താരമായിരുന്ന അംബിക നന്നായി അഭിനയിക്കാൻ അറിയുന്ന നടി കൂടിയാണെന്ന് തമിഴർ തിരിച്ചറിഞ്ഞു. അന്ത ഏഴനാളുകൾ മലയാളത്തിലും വലിയ വിജയമായിരുന്നു. ഭാഗ്യരാജിൻ്റെ ചിത്രങ്ങൾക്ക് തമിഴിലും മലയാളത്തിലും ഒരേപോലെ മാർക്കറ്റ് ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പല വിധത്തിൽ അദ്ദേഹം പ്രശോഭിച്ചു. പത്രാധിപരായി പ്രശോഭിച്ചു, സംവിധായകനായി പ്രശോഭിച്ചു, തിരക്കഥാകൃത്തായി തിളങ്ങി, നിർമ്മാതാവായി ബഡ്ജറ്റ് കുറഞ്ഞ ചിത്രങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്ന് തമിഴ്നാട്ടിലെ ഫിലിം ഇൻഡസ്ട്രിക്ക് കാണിച്ചു കൊടുത്ത നടനാണ് ഭാഗ്യരാജ്. മിസ്റ്റർ മരുമകനിൽ ദിലീപിനോടൊപ്പം അഭിനയിച്ച അദ്ദേഹം മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചു. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്ന, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടായിരുന്ന നടനാണ് വിട വാങ്ങിയിരിക്കുന്നത്. സംവിധായകനാണ് വിട വാങ്ങിയിരിക്കുന്നത്. തമിഴ് സിനിമയിലെ ഇതിഹാസം, തമിഴ് സിനിമയിലെ പകരം വയ്ക്കാനാകാത്ത വ്യക്തിത്വം, ഇതൊക്കെയാണ് ഭാഗ്യരാജ്, കൃഷ്ണസ്വാമി ഭാഗ്യരാജ്.